സുസ്വാഗതം. ആനയൂട്ടിന്റെ ആവേശം ജനമനസ്സുകളിൽ നിറയുന്ന നേരത്തിത തിരുവമ്പാടിയുടെ പെൺതിലകം കടന്നു വരികയാണ്. അതെ, തൃശ്ശൂർ പേരൂരിന്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഏക പെൺതരിയുടെ വരവ്. ഗജറാണി തിരുവമ്പാടി ലക്ഷ്മി. കണ്ണന്റെ ഇഷ്ടം കണ്ടറിഞ്ഞ് വളർന്ന ഗുരുവായൂരിന്റെ കീർത്തി തന്നോട് ചേർത്തവൻ ശ്രീ ഗുരുവായൂരപ്പന്റെ ഗോകുൽ നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം ഗോകുൽ. തലയെടുപ്പിന്റെ വല്യേട്ടന്മാർ വിലസുന്ന ഗുരുവായൂരപ്പന്റെ ഗജനിരയിലേക്ക് 1994 2 വയസ്സിന്റെ ബാല്യവുമായി കടന്നു വന്നവൻ കൊച്ചിയിലെ രഘുനാഥ് എന്ന ഭക്തന്റെ വഴിപാടായി വന്ന് പിന്നീടുള്ള കാലം തന്റേതാക്കി മാറ്റിയ ഈ താരയുവത്വം ഭഗവാന്റെ ആനയോട്ടത്തിൽ പലകുറി ഒന്നാമനായി വിജയിച്ച ചരിത്രമുള്ളവൻ. ഏകാദശി വിളക്കിന് ഭഗവാന്റെ സ്വർണ്ണക്കോലം തന്റെ ശിരസിൽ എഴുന്നള്ളിച്ച് ഭംഗിയാക്കുന്നവൻ. ഏറ്റെടുത്ത നിയോഗങ്ങളിൽ ഏറ്റവും മികച്ച ചിട്ടകളും ചിട്ടവട്ടങ്ങളും തെളിയിച്ച ധീരയുവത്വം. ഇതാ തന്റെ അഴകിന്റെ ആവനാടിയിൽ യുവത്വത്തിന്റെ ഭാഗ്യബാണങ്ങളും ചൂടി അവതരിക്കുന്നു ഗോകുൽ. മള്ളിയൂർ ഗണപതിയുടെ മണ്ണിൽ വന്നെത്തി മാതംഗ സ്നേഹികളുടെ മനം കവർന്നവൻ. ഏറ്റുമാനൂർ തേവരെ തൊഴുതു വണങ്ങി തിരുവിതാംകൂറിലേക്ക് പലകുറി വന്നവൻ. ആവോളം ആവേശമാർത്തിരമ്പുന്ന തിരുനക്കരയിൽ ജനസാഗരത്തെ കോരിത്തരിപ്പിച്ചവൻ. ഗോപാല ബാലകനായ കണ്ണന്റെ കണ്ണിലുണ്ണിയായ ഗോകുൽ. ഗജകുലവജ്രം ഗുരുവായൂർ ദേവസ്വം ഗോകുലിനും സാരഥിമാർഗം. ഏറ്റവും വലിയ ആനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. മാതംഗ മഹിമയുടെ തോഴന്മാർ ആനച്ചന്തം നുകരുവാൻ എന്നും വന്നെത്തുന്ന തൃശ്ശൂർ പേരൂരിൽ വീണ്ടും ഒരു വടക്കും നാഥൻ ആനയൂട്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ തെക്കിന്റെ മറ്റൊരു രാജകുമാരൻ വന്നു ചേരുകയാണ്. ആനകളിൽ അഴകേകുന്ന വീരന്മാർ പിറന്ന മണ്ണിൽ നിന്നും ആന കേരളത്തിന്റെ തെക്കൻ തട്ടകം ഭരിക്കാൻ പിറവികൊണ്ടവൻ. ഒട്ടും മടിക്കാതെ നെഞ്ചോട് ചേർത്ത മീനാട് സിന്ധുമോൾ ഗ്രൂപ്പിന്റെ കുട്ടിയാന യുവരാജകുമാരൻ മീനാട് കേശു. ആരവങ്ങൾ അലതല്ലി ഉണരുന്ന തെക്കൻ കേരളത്തിൽ ആഘോഷങ്ങളുടെ നിറസാന്നിധ്യമായി വാഴുന്നവൻ. ഭാവിയുടെ ആവേശം പരകോടിയിൽ എത്തിക്കുവാൻ ഇന്നേ കച്ചമുറുക്കി ഒരുങ്ങുന്നവൻ. കാലം കടക്കും തോറും കീർത്തിയും കൂടെ കൂട്ടി കരിവീര കേരളത്തിന്റെ അഭിമാനമാകുവാൻ ഒരുങ്ങുന്ന യുവതേരാളിയാണിവൻ. തെക്കും വടക്കും ഒരുങ്ങുന്ന പൂര പെരുമകളിൽ തന്റെ പേരും എഴുതി ചേർക്കാമെന്ന് തെളിയിക്കുവാൻ കടന്നു വരികയാണവൻ. ദക്ഷിണ മലയാളത്തിന്റെ വീരപ്രതാപി മീനാട് വിനായകന്റെ സോദരന്റെ വരവ്. യുവരാജകുമാരൻ മീനാട് കേശുവിനും സാരഥിമാർഗം വടക്കും നാഥനാനയൂട്ടിലേക്ക് സ്വാഗതം. ഗജഗണങ്ങൾ അണിനിരന്ന ആവേശം നിറയ്ക്കുന്ന വടക്കുംനാഥ ഭൂമിയിലേക്ക് ഇനിയിത താരനായകന്മാരും വീരാധിവീരന്മാരും വന്നു നിന്ന് താവഴി പെരുമയും ചൂടി പാപ്പാലപ്പറമ്പിൽ നിന്നും വന്നെത്തുന്നു. ആന കേരളത്തിന്റെ ഈ ഭകുല സേനാനി, ഒരേ ഒരു ആരണ്യ പ്രജാപതി, മാതംഗ മാണിക്യം പുതുപ്പള്ളി സാധു. അതെ, ജന്മം കൊണ്ടത് തന്നെ മലയാളക്കരയുടെ മഹാപ്രതാപിയാകുവാൻ എന്ന് അടിവരയിട്ട് തെളിയിച്ചവൻ. ചുവടുവച്ച മണ്ണിലെല്ലാം ചരിത്ര നിയോഗങ്ങൾ കാത്തിരുന്ന സൗന്ദര്യ ശ്രീമാൻ. പുതുമകൾ ചൂടി ഏതു മണ്ണിലും അവതരിക്കുമ്പോൾ ആരാധകരുടെ മനം നിറച്ച് മടങ്ങി ശീലിച്ചവൻ. സാധു എന്ന നാമം കൊണ്ടും സാധാരണയിൽ കവിന്റെ ശാരീരിക മഹിമ കൊണ്ടും മലയാള പൂരഭൂമികളിൽ പുതുമ നിറച്ച ചക്രവർത്തി
ഇവൻ പൂരങ്ങളുടെ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ ഇടത്തെ കൂട്ടാന പതിവായി വടക്കുംനാഥൻ ആനയൂട്ടിന് വന്ന് പ്രൗഢി കാണിക്കുന്നവൻ. ആന കേരളത്തിന് ആനക്കോട്ടയം നൽകിയ കരുത്തുറ്റ വാഗ്ദാനം ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു. പേരുകേട്ട കൊമ്പന്മാരെ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിലെ പാലകാപ്യ പ്രമാണിക്ക് പൂരങ്ങളുടെ പൂരം പൊഴിയുന്ന ശക്തന്റെ തട്ടകത്തിലേക്ക് സ്വാഗതം. ശതകോടി സ്വാഗതം, സുസ്വാഗതം. ഹോമാന്തരീക്ഷവും വേദമന്ത്രോച്ചാരണങ്ങളും പുണ്യപൂരിതമാകുന്ന വടക്കുംനാഥന്റെ സന്നിധിയിലേക്ക് വിനീത കൊട്ടിയൂർ പെരുമാളിന്റെ അനുഗ്രഹവും നേടി ഒരു കൊമ്പനാന വന്നു ചേർന്നിരിക്കുന്നു. വൈശാഖമാസത്തിന്റെ പുണ്യസുഹൃതത്തിൽ കൊട്ടിയൂർ പെരുമാളിന് ശിരസിൽ പീഠം തീർന്നവനാണിവൻ. തെക്കിന്റെ അഭിമാനമായി വടക്കൻ കേരളം നിറഞ്ഞാടിയവൻ. ഗജരാജകേസരി പുത്തൻകുളം മോളി നിവാസ് ആമ്പാടി മഹാദേവൻ. വരികയാണ്. പുതുപ്പള്ളി പാപ്പാലപ്പുറം ബച്ചായന്റെ കയ്യും പിടിച്ചുകൊണ്ട് മലയാള മണ്ണിന്റെ മടിത്തട്ടിൽ കാലുകുത്തിയ വിസ്മയം. കാലും കോലും തെളിഞ്ഞ നാൾ മുതൽ ആവേശത്തിന്റെ ഗജരൂപം പകർന്നെഴുന്നള്ളി ശീലിച്ചവൻ. പുതുപ്പള്ളിയുടെ മഹാദേവനായി വാണ നാളിലും വടക്കുംനാഥൻ ആനയൂട്ടിന് സ്ഥിര സാന്നിധ്യമായിട്ടുള്ളവൻ. ശങ്കര നടനത്തിന്റെ ദക്ഷയാഗ ഭൂമിയിൽ ഒരു വൈശാഖമാസം കാലം ഭഗവാന് സേവ ചെയ്ത പുണ്യവുമായി വന്നു ചേരുകയാണ് ഗജരാജകേസരി പുത്തൻകുളം മോളി നിവാസ് ആമ്പാടി മഹാദേവ. നിനക്കൊരായിരം സ്വാഗതം. ഒരു പാമ്പാടിക്കാരൻ കടന്നു വരുന്നു. പെരുമാളിന് സോദരനായി പാമ്പാടിയിൽ വാഴുന്ന രണ്ടാമൻ. ഗന്ധർവരാജന്റെ സൗന്ദര്യത്തിനോടൊപ്പം ഗണ്യമായ സാഹോദര്യത്തിന്റെ മഹിമ നിറയ്ക്കുന്നവൻ ത്രിലോക കേസരി പാമ്പാടി സുന്ദരൻ. ഇതാ ശ്രീ വടക്കുംനാഥന്റെ ഗോപുരവാതിൽ കടക്കുവാൻ അഴകിന്റെ ആവനാഴിയേന്തി അവതരിക്കുന്നു പാമ്പാടിക്കരയുടെ രണ്ടാമൻ. പ്രൗഢഗംഭീരമാകുന്ന മഹോത്സവങ്ങൾക്ക് പകിട്ടിന്റെ വർണ്ണാഭവകരുവാൻ പിറവികൊണ്ട ഗജവസന്തം. രാജകീയ പ്രൗഢിയുടെ അവസാന വാക്കായ രാജാതിരാജൻ പാമ്പാടി രാജനോടൊപ്പം മൂടങ്കല്ലുങ്കൽ തറവാടിന്റെ അഭിമാനമായി നിലകൊള്ളുന്നവൻ. പകിട്ടാർന്ന പ്രൗഢിയിൽ തൃശ്ശൂർ പേരൂരിന്റെ മടിത്തട്ടിൽ ആവോളം ആരാധകരെ ചേർത്ത ചരിത്രമുള്ളവൻ. പുതിയ തുടക്കങ്ങൾക്കും പുതുമയാർന്ന ആവേശങ്ങൾക്കും ഹൃദയനാഥനെ വണങ്ങി നാന്ദി കുറിക്കുവാൻ പതിവ് പോലെ വന്നെത്തുന്നു സുന്ദരൻ. പൂരങ്ങളുടെ പൂരത്തിന്റെ നാട്ടിൽ ആവോളം ഉത്സവങ്ങൾ കൂടി പേരുകേട്ടവൻ. ഉത്തമ സൗന്ദര്യങ്ങൾ നിറയുന്ന ഉത്സവ വേദികളിലും ഉത്രാളിക്കാവിലും താരമായവൻ. തിരുനക്കര പൂരത്തിന് തികവാർന്ന വരവേൽപ്പ് നൽകി ഒരു കൂട്ടം ജനത സ്വീകരിക്കുന്ന രാജകീയ പ്രൗഢി. ഇതാ ഇത്തവണ വടക്കുംനാഥൻ ആനയൂട്ടിൽ ആ സുന്ദരൻ അവതരിച്ചിരിക്കുന്നു. ത്രിലോക കേസരി പാമ്പാടി സുന്ദര. നിനക്കും നിന്റെ സാരഥിമാർക്കും വടക്കുംനാഥൻ ആനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. പാറമേക്കാവിൽ വാഴുന്ന പരമേശ്വരി പുത്രൻ, പൂരപവിത്രതയുടെ കോലമേറ്റി തട്ടകം ഭരിക്കുന്ന തമ്പുരാൻ കുട്ടി, പാറമേക്കാവിലമ്മയുടെ ആരോമലുണ്ണി, ഗജരാജകുമാരൻ പാറമേക്കാവ് കാശിനാഥൻ. അതെ, പൂരങ്ങളുടെ 11 അടിയോളം ഉയർന്നു നിൽക്കുന്ന നെയ്മലയുടെ പശ്ചാത്തലത്തിൽ 14 സ്വർണ്ണ ചന്ദ്ര കലകൾ ചാർത്തി അലങ്കാരം ചൂടുന്ന വടക്കുംനാഥന്റെ മുന്നിലേക്ക് ഇനിയിതാ അക്ഷരനഗരിയുടെ ഉഗ്രപ്രതാപി, അക്ഷരം തെറ്റാത്ത ആവേശത്തിന്റെ ഗജപുരുഷനായ അക്ഷരനഗരിയുടെ നടുത്തളത്തിൽ വിരാജിക്കുന്നവൻ ത്രിലോക ചക്രവർത്തി കിരൺ നാരായണൻ കുട്ടി.
വടക്കൻ മഴക്കാടിന്റെ മടിത്തട്ടിൽ പെറുതികൊണ്ട് വർഷസുന്ദര മലയാളത്തിന്റെ പൂരപ്പെരുമ കലങ്കാരം ചാർത്തുവാൻ കടന്നു വരുന്നവൻ വാസിയുടെ ആവേശപൂർവ്വം നെഞ്ചേറ്റിയ കോട്ടയം പട്ടണം ഇരുകയും നീട്ടി സ്വീകരിച്ച് ഗജരാജ കില്ലാടി. ഒരു കാലത്ത് അക്ഷര നഗരിയുടെ നാമം ആന കേരളത്തിൽ അരിവനയിട്ട് ഉറപ്പിച്ച ആണത്തത്തിന്റെ ആനരൂപം ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയും നിറസാന്നിധ്യമാകുമ്പോഴും ഉത്തമ സൗന്ദര്യത്തിന്റെ തീഷ്ണത തന്നിൽ കരുതുന്നവൻ ചരിത്രം കുറിച്ച രാജാക്കന്മാരുടെ വരവിന് വീരഗാഥകൾ അകമ്പടിയാകുമെന്ന് ആന കേരളത്തിന് കാണിച്ചു കൊടുത്ത ഈ ഭരാജ ചക്രവർത്തി ത്രിലോക ചക്രവർത്തി കിരൺ നാരായണൻ കുട്ടിക്ക് അയ്യപ്പത്ത് ബാലകൃഷ്ണൻ, നന്ദിരത്ത് ഗോവിന്ദകണ്ണൻ, നന്ദിരത്ത് ഗോപിക്കണ്ണൻ, തൊഴിലാളി സത്യനാഥൻ, അമ്പാടി മഹാദേവൻ, വയനാട് ഗണപതി, കൊളക്കാടൻ ഗണപതി, മഹാലക്ഷ്മി ശിവൻ, ഭാസ്കൻ ഗിരിസുന്ദർ, മൂലത്ത് ഗണപതി. ಕಾರ್ಯಕ್ರಮವನ್ನು ಸಮಿತಿ ವಾಲ್ಯವಾದ ನಿರ್ದೇಶನದಲ್ಲಿ ಮಾತ್ರವೇ ಆಡಳಿತ ಪಕ್ಷಗಳು ಮಾತನಾಡುವುದು ಇವೆಲ್ಲ ನಿರ್ದೇಶನ ಮಾತ್ರವೇ ಆಡಳಿತ ಭ್ರಷ್ಟಾಚಾರ ಪ್ರತಿಗಳು ವಾಲ್ಯಗಳ ಮಾಧ್ಯಮದ ಮಾತನಾಡುವುದು ಕೇವಲ ಸಾಮಾನ್ಯವಾಗಿ ದೇವಸ್ಥಾನಗಳು ವಿನಿಯೋಗ ಸೋಟಗಳನ್ನು ಎಲ್ಲ ಮನೆಗಳು ಒಂದು ದೇವರ ವಿನಿಯೋಗಪಟ್ಟಿದ್ದವು. ಎಲ್ಲ ಮನೆಗಳು ಒಂದು ದೇವರ ಬಗ್ಗೆ ಪ್ರಧಾನವಾಗಿ ಆಗಬೇಕು.
കൃത്യമായി പാലിക്കണമെന്ന് തീരുമാനമായി പറഞ്ഞിരുന്നു. എന്താണ് ഫോട്ടോ എടുക്കുന്നത്? ആ Bola